എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46 അല്ലെ 46 ആറാമത്തെ ചോദ്യം വരെയാണ് ചെയ്തു നിർത്തിയത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്ത് തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി നമുക്കതിലെ ഏഴാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ഏഴാമത്തെ ചോദ്യം? എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 സെന്റിമീറ്റേഴ്സ്, വിഡ്ത്ത് 10 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെന്റിമീറ്റർ. അതായത് ഒരു ചതുരാകൃതിയിലുള്ള ഒരു അയൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കട്ട അല്ലെ, ഇരുമ്പ് കട്ടയുടെ നീളവും വീതിയും ഉയരവും നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. അത് ഉരുക്കിയിട്ട്, ഈ ഇരുമ്പ് കട്ട ഉരുക്കിയിട്ട് എന്തുണ്ടാക്കി? ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട അല്ലെ, ഒരു സമചതുരക്കട്ട ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? ഈ സമചതുരക്കട്ടയുടെ ഒരു വശത്തിന്റെ നീളം എന്താകും? അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാത്ത വേറൊരു ടൈപ്പ് ചോദ്യം അല്ലെ. അപ്പൊ പല ടൈപ്പ് ചോദ്യങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യം ഒരു ഇരുമ്പിന്റെ കട്ട അല്ലെ. അപ്പൊ നമുക്ക് ഇരുമ്പിന്റെ ഇതിന്റെ നീളവും വീതിയും ഉയരൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നീളം എത്രയാണ്? നീളം 20 സെന്റിമീറ്റർ, വീതിയോ 10 സെന്റിമീറ്റർ, ഇനി ഉയരം 5 സെന്റിമീറ്റർ അല്ലെ, 5 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇരുമ്പ് കട്ട ഇത് ഉരുക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു സമചതുരക്കട്ടയാക്കി അല്ലെ. അപ്പൊ നമുക്കൊരു സമചതുരക്കട്ടാക്കണം. ഇനി ഇതിനെ ഉരുക്കിയിട്ട് ഒരു സമചതുരക്കട്ടയാക്കുന്നു. ഇതേപോലെ ഒരു സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ നീളവും വീതിയും ഉയരവും എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ ഉരുക്കിയിട്ട് ഈ രീതിയിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 3 വശങ്ങൾക്കും അല്ലെ ഒരേ നീളം തന്നെ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അളവ്, ഒരു വശത്തിന്റെ നീളം എത്ര? നീളവും വീതിയും ഉയരൊക്കെ സെയിം തന്നെ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇതിലെ ഒരു വശത്തിന്റെ നീളം എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സാധനം, ഈ ഇരുമ്പ് ഉരുക്കിയിട്ട് വേറൊരു സാധനം ആക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം കരുവാന്മാര് അല്ലെ, അവർക്ക് ഇപ്പൊ ഒരു ഇരുമ്പിന്റെ അല്ലെങ്കിൽ ഒരു ഉരുക്കിന്റെ ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് ഉരുക്കിയിട്ട് ഒന്നുകിൽ വെട്ടോത്തി അല്ലെങ്കിൽ അത് കത്തി അതൊക്കെ ആക്കും അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു ഇരുമ്പ് കട്ട, അതായത് ഇതിന്റെ നീളവും വീതിയും ഉയരൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇത് ഉരുക്കിയിട്ട് വേറൊരു സാധനമാക്കി, അതായത് സമചതുരക്കട്ടയാക്കുമ്പോൾ ഇതിന്റെ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും, വ്യാപ്തത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ നീളം മാറും, അല്ലെങ്കിൽ വീതി മാറും, ഉയരം മാറും, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ഒരു ചോദ്യത്തിൽ പഠിച്ചിരുന്നു അല്ലെ, ഒരു കല്ല് നമ്മൾ വെള്ളത്തിലിട്ടു, ഒരു അക്വേറിയത്തിലിട്ടപ്പോൾ വെള്ളം പൊങ്ങി അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്തത്? കല്ലിന്റെ വോളിയവും പൊങ്ങുന്ന ആ വെള്ളത്തിന്റെ വോളിയവും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അതേ രീതിയിൽ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് ഉരുക്കിയിട്ട് ഇതാക്കി കഴിഞ്ഞാലും ഇതിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക്, അതായത് ചതുരക്കട്ടയുടെ വ്യാപ്തം ഇസ് ഈക്വൽ ടു എന്തിന്റെ വ്യാപ്തമായിരിക്കും? വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ഏത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ അളവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക്, അതായത് ചതുരക്കട്ടയുടെ വോളിയം എന്ത് വരും? L into B into H ഈക്വൽ ടു L എത്രയാണ്? 20 into 10 into 5 അല്ലെ. നമുക്ക് എത്ര കിട്ടും? ഇതിന്റെ ഈ 0 മാറ്റി എടുത്തിട്ട് ഗുണിച്ചു നോക്കിയാൽ 2 into 1 2 അല്ലെ, 2 into 5 10 അല്ലെ, 10. അപ്പൊ നമുക്ക് 10 ഇട്ടു, പിന്നെ എത്ര 0 ഉണ്ട്? 1 2 2 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1000. ഇതിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ക്യൂബിക് സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഇതിന്റെ വോളിയം. അങ്ങനെയാണെങ്കിൽ ഈ വോളിയം തന്നെയായിരിക്കും ഇതിനുണ്ടാവുക അല്ലെ. അപ്പൊ വോളിയം ഓഫ് ക്യൂബ് എത്രയാണ്? ഇത് തന്നെയായിരിക്കും വോളിയം ഓഫ് ക്യൂബ് അല്ലെ. അപ്പൊ therefore വോളിയം ഓഫ് ക്യൂബ്
അതായത് സമചതുരക്കട്ടയുടെ അല്ലെ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്ത് വരും നമുക്ക് ഇതന്നെ അല്ലെ അതിന് വ്യത്യാസമില്ല. അപ്പൊ അത് തന്നെ ആയിരിക്കും സമചതുരക്കട്ടയുടെ വ്യാപ്തവും. അപ്പൊ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം തന്നെയാണ് അല്ലെ. അതായത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലെ. അത് തന്നെയാണ് ഇവിടെ 1000. ഇത് എല് ബി എച്ച് അല്ലെ, നീളം വീതി ഉയരം. പക്ഷെ ഇവിടെ എന്താണ്? സമചതുരക്കട്ട ആയതുകൊണ്ട് മൂന്നും ഈക്വൽ ആയിരിക്കും അല്ലെ. നീളവും വീതിയും ഉയരവും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ഇത് മൂന്ന് എന്തായിരിക്കും? മൂന്ന് സെയിം ആയിരിക്കും അല്ലെ, സെയിം ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 കിട്ടണം. എല്ലും ബിയും എച്ചും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് സെയിം ആയിരിക്കണം. 1000 കിട്ടിയത് ഏതായിരിക്കും സംഖ്യകൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേപോലത്തെ മൂന്ന് സംഖ്യകൾ ഗുണിച്ച് നമുക്ക് 1000 കിട്ടണമെങ്കിൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10 അല്ലേ അല്ലേ 10 ഇൻറ്റു 10 ഇൻറ്റു 10 എത്ര കിട്ടും നമുക്ക്? 10 ഇൻറ്റു 10 100, 100 ഇൻറ്റു 10 1000. ക്ലിയർ ആയില്ലേ? അപ്പോൾ 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 1000. അതായത് ഇവിടെ എൽ എത്രയായിരിക്കും? എല് 10 അല്ലേ. ബി എത്രയായിരിക്കും? ബിയും 10. ഇനി എച്ച് എത്രയായിരിക്കും? എച്ചും 10. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് വൺ സൈഡ് അല്ലേ. ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അതായത് ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ. അപ്പോൾ എപ്പോഴും ചോദ്യം വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ കണ്ട ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നമുക്കതിലെ 8ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. എ ടാങ്ക് 2 meters long and 1 meter wide is to contain 10,000 liters of water. അതായത് ഒരു ടാങ്ക്, ആ ടാങ്കിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട്, 10,000 ലിറ്റർ വെള്ളം അതിൽ കൊള്ളണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ഹൈറ്റ് ഓഫ് ദി ടാങ്ക്? അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെയും ഒരു ടാങ്ക് അല്ലേ, ഒരു ടാങ്ക്. ഓക്കെ, ഇനി അതിന്റെ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നീളം എത്രയാണ്? നീളം 2 മീറ്റർ, വീതി 1 മീറ്റർ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിൽ 10,000 ലിറ്റർ 10,000 ലിറ്റർ വെള്ളം അതിൽ കൊള്ളണം അല്ലേ. അതായത് വോളിയം എത്രയാണ്? 10,000 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ഹൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കണം അല്ലെ, ഹൈറ്റ് ഉയരം എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മുമ്പൊരു ചോദ്യത്തിൽ പറഞ്ഞു അല്ലെ, നമുക്ക് ഈ 4 അളവുകളിൽ നീളം, വീതി, ഉയരം, പിന്നെ വോളിയം, ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ വോളിയം അറിയില്ലെങ്കിൽ നമുക്ക് ഇത് മൂന്നും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. ഇനി നമുക്ക് ഇതിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? അത് നമ്മൾ മുമ്പൊരു ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ചോദ്യം കൃത്യമായിട്ട് പഠിച്ച കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും അല്ലെ. ഇവിടെ നോക്കിയാൽ ലെങ്ത് 2 മീറ്റർ, വിഡ്ത്ത് അതായത് ബ്രെഡ്ത്ത് 1 മീറ്റർ, പിന്നെന്താണ് എച്ച് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് പകരം നമുക്ക് എന്ത് തന്നു? വോളിയം തന്നിട്ടുണ്ട്. വ്യാപ്തം എത്രയാണ്? 10,000 ലിറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ മുമ്പത്തെ ചോദ്യത്തിൽ ഇതുപോലെ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് നോക്കിയേ, നമുക്ക് തന്നിട്ടുള്ളതൊക്കെ മീറ്ററിലാണ് അല്ലെ. മീറ്റർ അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ 3 അളവുകളും മീറ്ററിലാണെങ്കിൽ നമുക്ക് വോളിയം ഏതിലാണ് കിട്ടുക? ക്യൂബിക് മീറ്ററിലാണ് കിട്ടുക അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഓർമ്മയില്ല എല്ലാവർക്കും? നമ്മൾ മുമ്പ് ചെയ്തിരുന്നു കഴിഞ്ഞൊരു ക്ലാസ്സിൽ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ മീറ്റർ, അത് സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ അതേപോലെ ഇവിടെ മീറ്ററിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുക ക്യൂബിക് മീറ്ററിലാണ്. പക്ഷെ ഇവർ തന്നിട്ടുള്ളത് ലിറ്ററിലാണ് അല്ലെ. അപ്പൊ നാം എന്തു വേണം? ഈ വോളിയത്തെ ഈ ലിറ്ററിന് നമ്മൾ ക്യൂബിക് മീറ്ററിലാക്കി മാറ്റണം. കാരണം മനസ്സിലായല്ലോ, നമുക്ക് തന്നിട്ടുള്ളത് മീറ്ററിലാണ്, അതുകൊണ്ട് നമുക്കിത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീറ്ററാണ് ഉത്തരം കിട്ടുക അല്ലെ, ക്യൂബിക് മീറ്ററാണ് ഉത്തരം കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിനെങ്ങനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ 1000 ആണ്, 1000 ലിറ്റർ ആണ് ഒരു ക്യൂബിക് മീറ്റർ അല്ലെ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 1000 ലിറ്റർ, 1000 ലിറ്റർ ഒരു ക്യൂബിക് മീറ്റർ. അപ്പൊ 5000 അല്ലെ, 5000 ലിറ്റർ ആണെങ്കിലോ എത്ര ക്യൂബിക് മീറ്റർ ആയിരിക്കും? 5 ക്യൂബിക് മീറ്റർ അല്ലെ. അതായത് ഈ 3 പൂജ്യങ്ങൾ അങ്ങോട്ട് കളഞ്ഞാൽ മതി അല്ലെ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 3 പൂജ്യം നമ്മൾ കളഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് ഇവിടെ 10,000 ലിറ്റർ എന്നുള്ളത് ഈ 3 പൂജ്യം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 10
10 ക്യൂബിക് മീറ്റർ. അപ്പൊ ലിറ്ററിന് നമ്മൾ ക്യൂബിക് മീറ്റർ ആക്കണമെങ്കിൽ എന്ത് വേണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 പൂജ്യം കൊണ്ട് ഒഴിവാക്കിയാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് 10 ക്യൂബിക് മീറ്ററിന് ഉത്തരം കിട്ടി. ഇനി നമുക്കറിയാം വോളിയം നമ്മൾ എങ്ങനെ കാണുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ? അതായത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതാണ് വോളിയം അല്ലേ? L എത്രയാണ് ഇവിടെ? 2 ഇൻറ്റു, ഇനി ഇവിടെ അടുത്ത് വീതി എത്രയാണ്? 1 ഇൻറ്റു എച്ച് നമുക്കറിയില്ല, എച്ച് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എച്ചിന് എച്ച് തന്നെ കിടന്നോട്ടെ. സീക്വൽ ടു വോളിയം നമുക്ക് എത്ര കിട്ടി? 10 അല്ലെ? 10 ക്യൂബിക് മീറ്റർ. അപ്പൊ നമുക്ക് 10 എന്ന് എഴുതി. അപ്പൊ 2 ഇൻറ്റു 1 ഇൻറ്റു എച്ച് ഈക്വൽ ടു 10. 2 ഇൻറ്റു 1 2, അപ്പൊ 2 എച്ച്, 2 ഇൻറ്റു എച്ച് 2 എച്ച് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? 10നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുമ്പ് ഇതേ ചോദ്യം നമ്മൾ ഇതേ രൂപത്തിലുള്ള ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10/2 5. 5 എന്തായിരിക്കണം? മീറ്റർ അല്ലേ? എല്ലാം മീറ്ററിന്, അതുകൊണ്ട് 5 മീറ്റർ ആയിരിക്കണം ഇതിന്റെ ഹൈറ്റ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 9ാമത്തെ ചോദ്യം നോക്കിയേ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സമചതുരം, ഒരു സ്ക്വയറിന്റെ ഷേപ്പിലുള്ള ഒരു കടലാസ് അല്ലെ? അതിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ 12 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഈ പേപ്പറിന്റെ എല്ലാ വശങ്ങളുടെയും നീളം. അതിന്റെ ഈ 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ നീളത്തിൽ, അതായത് 1 സെന്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള ഓരോ സമചതുരാകൃതിയിലുള്ള കഷ്ണങ്ങൾ മുറിച്ചു മാറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അളവ് എത്രയാണ്? 1 സെന്റിമീറ്റർ. ഇത് 12 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ ഇവിടെ 1 സെന്റിമീറ്റർ. അപ്പൊ നീളവും വീതിയൊക്കെ ഓരോ സെന്റിമീറ്റർ. ഒരു സമചതുര കഷ്ണങ്ങൾ ഇതിന്റെ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഷേപ്പ് എന്തായി മാറി? അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് അല്ലേ? ഈ ഷേപ്പ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇപ്പൊ കടലാസ് ഇങ്ങനെ ആയി മാറി അല്ലേ? ഇനി എന്ത് ചെയ്തു? ഈ ഇത്രയും ഭാഗം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മടക്കി, 4 സൈഡ് ഇങ്ങനെ മടക്കി. ഇപ്പൊ നമ്മൾ ചില പാത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇങ്ങോട്ട് അല്ലേ? ഓക്കെ, അപ്പൊ അതേപോലെ ഈ സൈഡുകളൊക്കെ എങ്ങനെ ഇങ്ങോട്ട് ഇത് ഈ ഭാഗം മുകളിലേക്ക് മടക്കി, അതേപോലെ ഈ ഭാഗം മുകളിലേക്ക് മടക്കി, അതുപോലെ ഇതും മുകളിലേക്ക് മടക്കി, അപ്പൊ ഈ ഭാഗവും മുകളിലേക്ക് മടക്കി. അപ്പൊ നമുക്ക് എന്തായി? ഒരു പാത്രത്തിന്റെ ആകൃതി കിട്ടി അല്ലേ? അപ്പൊ ഇതേപോലെ അപ്പൊ ഇത്രയും പോകുന്നൊരു പാത്രം കിട്ടി. ഉള്ളി കണ്ട, ഇത്രയാണ് അതിന്റെ ഉൾഭാഗം അല്ലെ? പിന്നെ ഈ ഭാഗം ഈ 4 സൈഡും ഇങ്ങനെ മുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഈ പാത്രത്തിന്റെ അടിഭാഗം. ഈ രൂപത്തിൽ നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പാത്രത്തിന്റെ ഷേപ്പിലാണ് കിട്ടിയത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റി എത്ര? ഇപ്പോൾ ഈ കിട്ടിയ പാത്രത്തിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ഇതിന്റെ നീളം വേണം, വീതി വേണം, ഉയരം വേണം അല്ലെ? ഇത് 3ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ നീളവും വീതിയും ഉയരമൊക്കെ നമുക്ക് ഇതിന് കിട്ടണം അല്ലെ? ഇനി ഇവിടെ നോക്കിയേ, മൊത്തം നീളം 12 ആയിരുന്നു അല്ലെ? അതില് ഈ ഭാഗവും കട്ട് ചെയ്ത് പോയി. ബാക്കി ഇത്രയാണ് ഇതിന്റെ ഈ പാത്രത്തിന് ഉള്ളു വരിക അല്ലെ? ശരിയല്ലേ? അതായത് ഈ മൊത്തം നീളം 12, അതിൽ നിന്ന് ഇവിടുന്ന് 1 സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടുന്ന് 1 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ? ബാക്കി എത്ര ഉണ്ടായിരിക്കും? 12ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ ബാക്കി 10 അല്ലെ? അപ്പൊ ഇതിന്റെ വീതി നീളം എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അല്ലെ ലെങ്ത് കിട്ടി. 12 സെന്റിമീറ്ററിൽ നിന്ന് 2 സെന്റിമീറ്റർ കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടി? 10 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ കുറയ്ക്കാൻ കാരണം മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഒരു കഷ്ണം പോയി അല്ലെ? ഇതാണ് മൊത്തം നീളം, അതിന് ഇത്ര ഭാഗവും പോയി, ഇത്ര ഭാഗവും പോയി. അപ്പൊ 1 2 പോയി. ബാക്കി നോക്കിയാൽ ഇത്രയും ഭാഗമാണ് അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ വീതി എത്രയായിരിക്കും? വീതി നമുക്കറിയാം, ഇവിടെ മൊത്തം 12 അല്ലെ? മൊത്തം 12, അതിൽ നിന്ന് ഇവിടുന്ന് 1 സെന്റിമീറ്റർ പോയി, ഇവിടുന്ന് 1 സെന്റിമീറ്റർ പോയി. ബാക്കി എത്രയായിരിക്കും? അപ്പൊ ഇതിന്റെ വീതി നമുക്ക് എത്ര കിട്ടും? 10 സെന്റിമീറ്റർ തന്നെ അല്ലെ? അപ്പൊ ഇതിന്റെ വീതി നമുക്ക് കിട്ടി 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ബി ഈക്വൽ ടു 12 സെന്റിമീറ്ററിൽ നിന്ന് 2 സെന്റിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10 സെന്റിമീറ്റർ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് എച്ച് കിട്ടണം അല്ലെ? ഹൈറ്റ് കിട്ടണം. ഹൈറ്റ് എന്തായി വരും? ഇതാണ് പാത്രത്തിന്റെ അടിഭാഗം. ഹൈറ്റ് എങ്ങനെ വരും? നമുക്കറിയാം, ഈ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് മുകളിലേക്ക് മടക്കി വെച്ചു അല്ലെ? അപ്പൊ ഈ ഭാഗവും മുകളിലേക്ക് മടക്കി വെച്ചു. അപ്പൊ ഈ മടക്കി വെച്ച ഭാഗത്തിന് ഇത്രയും ഭാഗം നോക്കിയേ, എത്രയാണിത്?
1 സെന്റിമീറ്റർ അല്ലേ, 1 സെന്റിമീറ്റർ ആണ് ഇവിടെ ഈ ഇതിന്റെ നീളം. അപ്പൊ ഇത്രയും ഭാഗമാണ് മുകളിലേക്ക് മടക്കി വെച്ചത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 1 സെന്റിമീറ്റർ ആണ് മടക്കി വെച്ചത്. അതുകൊണ്ട് h = 1 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എല്ലാ അളവുകളും സെന്റിമീറ്റർ തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് വോളിയം ഈസി ആയിട്ട് കാണാം അല്ലേ. അപ്പൊ വോളിയം V = L × B × H = L എത്രയാണ്? L 10 × 10 × 1. 10 × 10 100 അല്ലേ. 100 × 1 100 തന്നെ. അതുകൊണ്ട് 100 എന്ത് വരും? സെന്റിമീറ്റർ ആകുമ്പോൾ ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 2 സെന്റിമീറ്റേഴ്സ് ആർ കട്ട് ഓഫ്, വാട്ട് വുഡ് ബി ദി കപ്പാസിറ്റി? ഇപ്പൊ നമ്മൾ 1 സെന്റിമീറ്റർ അല്ലേ കട്ട് ചെയ്തത്, അതിന് പകരം ഈ കട്ട് ചെയ്തത് 2 സെന്റിമീറ്ററിനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതായത് ഇവിടെ കട്ട് ചെയ്തത് 1 പകരം 2 സെന്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ 1 പകരം എത്രയായി? ഇവിടെ 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 4 സൈഡിൽ നിന്ന് ഇതുപോലെ 2 സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തു. ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ കട്ട് ചെയ്തു, ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ കട്ട് ചെയ്തു, ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം ഇവിടെ L എന്ത് വരും? L = അല്ലെ, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ്. L എത്ര വരും? നീളം അല്ലെ. നീളം മൊത്തം 12. 12ൽ നിന്ന് എത്ര കുറയും? ഇവിടെ 2 മുറിച്ചു, ഇവിടെ 2 കളഞ്ഞു അല്ലെ. അപ്പൊ 2ഉം 4 കുറയും അല്ലെ. 2 ഇവിടെ പോയി, ഇവിടെ 2 പോയി. അപ്പൊ 12ൽ 4 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ. ഇപ്പൊ 8 സെന്റിമീറ്റർ ആണ് ലെങ്ത്. അതുപോലെ ബ്രെഡ്ത്ത് എത്ര വരും? വീതിന്നും പോയി അല്ലെ. മൊത്തം 12ൽ നിന്ന് ഇവിടുന്ന് 2 പോയി, ഇവിടുന്ന് 2 പോയി. അപ്പൊ 12ൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ. ഇനി ഹൈറ്റോ? ഹൈറ്റ് നേരത്തെ 1 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. ഇവിടെ 1 സെന്റിമീറ്റർ കട്ട് ചെയ്തപ്പോൾ അതാണ് പൊക്കിയത്. ഇവിടെ 2 സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 സെന്റിമീറ്റർ പൊങ്ങിയില്ലേ അല്ലെ. ഈ വളച്ചു വെച്ചു അല്ലെ, മുകളിലേക്ക് വെച്ചു. അപ്പൊ എത്രയായിരിക്കും ഹൈറ്റ്? ഹൈറ്റ് 2 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ വോളിയം എത്ര വരും? V = L × B × H L എത്രയാണ്? 8 × 8 × H. H എത്ര വരും? 2 = 8 × 8 എത്രയാണ്? 8 × 8 64 അല്ലേ. 64 × 2 എത്രയാണ്? 128. 128. അപ്പൊ 128 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇപ്പോൾ ഈ പുതിയ പാത്രത്തിന്റെ വോളിയം. അപ്പൊ നമ്മൾ ഇവിടെ ഇതെന്താണ്? കപ്പാസിറ്റി. കപ്പാസിറ്റി വോളിയം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കപ്പാസിറ്റി. ഇപ്പോൾ 2 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റി ഉള്ളളവ്. അതായത് ഇവിടെ നിന്നൊക്കെ കൂടുതൽ ഉയരത്തിലേക്ക് പൊക്കിയപ്പോൾ, അതായത് ഇവിടെ കൂടുതൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഹൈറ്റ് കൂടിയപ്പോൾ അല്ലെ, ആദ്യത്തെ ഹൈറ്റിന്റെ ഇരട്ടിയായി ഇപ്പോഴത്തെ ഹൈറ്റ്. ആദ്യം 1 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായുള്ളൂ. ഇപ്പൊ ഹൈറ്റ് എത്രയായി? 2 സെന്റിമീറ്റർ ഹൈറ്റ് ആയപ്പോ നോക്കിയാൽ കണ്ട ഇതിന്റെ കപ്പാസിറ്റി കൂടിയത് കണ്ട. 100 ഉള്ളത് എന്തായി? 128 മാറി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളും മറ്റുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമന്റ്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.